നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുക. നിന്റെ രോഗം കർത്താവ് മാറ്റുക. നിന്റെ വേദനയെ കർത്താവ് എടുത്തു മാറ്റുക. നിന്റെ ശരീരത്തെ അവനവൻ സൗഖ്യമാക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അത് യേശുവെ എന്ന് വിളിക്കുവാൻ രക്ഷ കൂടാതെ മടി കൂടാതെ കർത്താവേ യേശുവേ എന്ന് വിളിക്കും. മനസ്സ് വെച്ചാൽ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം തരും മക്കളെ കർത്താവ്. നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം തരുന്ന കർത്താവ് ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. ദാവീദിൻ പുത്ര, അവൻ ദാവീദിൻ കുമാര, ഞങ്ങൾക്ക് ഇറങ്ങുവപ്പാ. കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് ശ്രദ്ധമായി നിലവിളിച്ചു. പലരും പറഞ്ഞ് അടങ്ങിയിരിക്കുവാൻ, എന്നാൽ അവനൊരു കാര്യം മനസ്സിലായി. ഞാൻ വിളിക്കേണ്ട സമയത്ത് അവൻ അടുത്തുള്ളപ്പോൾ തന്നെ വിളിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഇനി ഒരിക്കലും എനിക്ക് ഇതുപോലൊരു അവസരം ലഭിച്ചെന്ന് വരത്തില്ല. എന്റെ യേശുവിനെ അവൻ കണ്ട കേട്ടെന്ന് വരത്തില്ല. അവൻ പിന്നെയും മടി കൂടാതെ ലക്ഷ കൂടാതെ വീണ്ടും യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ഇന്ന് ഈ ആരാധന മധ്യത്തിൽ ദൈവത്തിന്റെ മക്കളെ ലക്ഷ കൂടാതെ മടി കൂടാതെ യേശുവേ എന്ന് വിളിക്കുവാൻ, യേശുവെന്ന് വിളിക്കുവാൻ കുഞ്ഞിന്റെ ആഗ്രഹം തോന്നാം. നിന്റെ ഹൃദയം തുറക്കപ്പെട്ടാൽ ചില അത്ഭുതങ്ങൾ കർത്താവിന്റെ കാര്യം അവൻ തൊടുവാനിടയാവുക. ചില അത്ഭുതങ്ങൾ വെളിപ്പെടുവാനിടയാവുക. ആകെ നിന്റെ ബുദ്ധിമണ്ഡലത്തെ, നിന്റെ കണ്ണിനെ, നിന്റെ ശരീരത്തെ, നിന്റെ വിഷയങ്ങളെ കർത്താവ് തൊടുവാനിടയാകും. ഒന്ന് സമർപ്പിക്കുമോ? കണ്ണുകൾ അടച്ചു മക്കളെ അനുസരണത്തോടെ ദൈവവേശുവിലേക്ക് ഓരോ കരുണകൾ ഉയർത്തിയാൽ നിങ്ങളുടെ പപ്പയും മമ്മിയും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി കരയുന്നുണ്ട് മക്കളെ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അമ്മമാർ, അത് നിങ്ങളുടെ അപ്പമാർ ഒത്തിരി തീ കഴിക്കുന്നുണ്ട്. അയ്യോ എന്റെ മോൻ എന്തൊരു ഉയർച്ച ഉണ്ടാകും, എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തൊരു മാറ്റമുണ്ടാകും, എന്റെ കുഞ്ഞുങ്ങള് പാപത്തിൽ പെട്ടുപോകുമോ, അതിൽ പരീക്ഷ ജയിക്കുമോ, അവരെ കൊണ്ട് സാധിക്കുമോ, ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം അരുളും. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ നമ്മുടെ കാര്യങ്ങൾ ഉയർത്തി ആമേൻ നമുക്ക് പറയാം.